ഏത് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ രാവിലെ നേരത്തെ എണീറ്റ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 മണിയായി. ഇവിടെ ഇപ്പോൾ മഴയായത് കാരണം നമുക്ക് 3-4 ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവരും അലേർട്ടായിരിക്കുക, സേഫായിട്ടിരിക്കുക. പതിവ് പോലെ തന്നെ ഇന്നും രാവിലെ ആദ്യം ചായക്കാണ് കേട്ടോ വെള്ളം വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മൈദ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചൂടോടെ കഴിക്കാനാണ് ഒന്നുകൂടെ ടേസ്റ്റ്, കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടും. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു ഗ്ലാസ് മൈദയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മാവ് ഒന്നും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. കുറച്ച് മൈദയെല്ലാം എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമുക്ക് മാവ് റെഡിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കുകയും കൂടിയേ വേണ്ടുള്ളൂ. ഇനി മാവിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുട്ടെടുക്കുമ്പോൾ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കനല്ലാണ്ട് ചുട്ടെടുക്കുക കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചുട്ടെടുക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഭാഗം വെന്ത് വരുമ്പോൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇനി മൈദ എടുക്കുന്നതിന് പകരം ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല, രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കട്ടിയില്ലാതെ ചുട്ടെടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. നമുക്കിപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഫുള്ളായിട്ട് സ്കൂളൊക്കെ ലീവായിരുന്നു കേട്ടോ. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളൊക്കെ വളരെ ദുഃഖകരമായ വാർത്തകളാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് അവർക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ കഴിയുക അത് ചെയ്തു കൊടുക്കുക. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല അതിന് കഴിയുന്നവരാണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഈ ഒരു സമയത്ത് ഇത് രണ്ടും അവർക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ഫുഡൊന്നും ഇന്ന് ഉണ്ടാക്കണ്ട, ഞങ്ങൾ താത്താൻ്റെ വീട്ടിൽ പോകുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അങ്ങനെ ഇപ്പോൾ വീട്ടിലെത്തി. ഇത് പുതിയ വീടാണ് കേട്ടോ. ഏകദേശം ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫുഡിനുള്ള ഏകദേശം ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇപ്പോൾ അതാ ബിരിയാണിയൊക്കെ റെഡിയായി. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, സാലഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നിങ്ങൾക്ക് വീടൊക്കെ ഒന്ന് മുഴുവനായിട്ട് കാണിച്ചു തരാം. ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ 4 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള്, വർക്ക് ഏരിയ, കിച്ചണ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീട്ടിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, വീടൊക്കെ എങ്ങനെയുണ്ടെന്നോ ഇഷ്ടമായി എന്നൊക്കെ കമൻറ്റ് ചെയ്യണ്ടോ. പിന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ, കുറേ ചെടികളുണ്ട്. അങ്ങനെ വൈകുന്നേരമായിട്ട് ആയപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു പോന്നു. ഇപ്പോൾ അവിടുന്ന് നേരെ പോകുന്നത് പിന്നെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇനി ശനി ഞായറൊക്കെ ആയതുകൊണ്ട് ഇനി സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എന്തുകൊണ്ട് ഏത് ഇതെടുത്തോ? ഇതെന്താ? ഇവൻക്ക് എന്ത് കിട്ടിയാലും ഒരു പൊട്ടെങ്കിലും എനിക്ക് കൊടുന്നു തരാതെ അവന് കഴിക്കൂല. ചെറിയൊരു പൊട്ടാണെങ്കിലും ആര് കൊടുത്താലും കൊടുന്നു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഏത് ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.